റജീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അലുവാ ആണ്. അലുവായിലെ സൂറത്തു മക്കിയ, മദനിയ എന്നിവയൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ജംഉൽ ഖുർആനി വ തദ്വീനുഹു, ഖുർആൻ്റെ ക്രോഡീകരണവും അതിനെ ഒരുമിച്ച് കൂട്ടുന്നതിൻ്റെയും ഒക്കെ കാര്യങ്ങളെക്കുറിച്ചാണ്. നസലുൽ ഖുർആനുൽ കരീം അല മറഹലത്തൈനി, നമുക്കറിയാം ഖുർആൻ ഇറക്കപ്പെട്ടത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ്. അൽ ഊല ജുംലത്തം വാഹിദ ഫി ലൈലത്തുൽ ഖദ്ർ, ആദ്യമായി ഇറങ്ങിയത് ഒറ്റയടിക്ക് ലൈലത്തുൽ ഖദ്റിൽ ഇറങ്ങിയ ആദ്യത്തെ ഒരു ഭാഗം. സുമ്മ നസല മുത്തഫരിക്കൻ അല മദാരി സലാസിം വൈഷിരീന സന, പിന്നെ അതായത് ഈ ലൈലത്തുൽ ഖദ്റിൽ ഇറങ്ങിയത് ഒരു ഭാഗമായിട്ടും പിന്നെ ഘട്ടം ഘട്ടമായി 23 വർഷത്തിനിടയിലാണ് പിന്നീട് അങ്ങോട്ട് ഖുർആൻ ഇറങ്ങിയത്. ബഅദ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തി മുഅല്ലമി ഹാഫിലിഹി, അങ്ങനെ ആ ഖുർആനെ ക്രോഡീകരിക്കാൻ തുടങ്ങിയത് നബിയുടെയും നബിക്ക് ശേഷം അതിനെ ഖുർആനെ മനഃപ്പാടമാക്കി വെച്ചിരുന്ന കുറേ സഹാബികളുടെയും മരണശേഷമാണ് ഖുർആനെ ക്രോഡീകരിക്കാൻ തുടങ്ങിയത്. കാന മിനൽ ളറൂറി ജംഉൽ ഖുർആനി ലിഹിഫ്ളിഹി മിനൽ ളിയായി, കാരണം ആ കാലഘട്ടത്തിൽ കുറേ ഹാഫിലിങ്ങളൊക്കെ യുദ്ധങ്ങളിലൊക്കെ മരണപ്പെട്ടു തുടങ്ങിയപ്പോൾ അതിനെ സംരക്ഷിക്കൽ അനിവാര്യമായി, അതായത് അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ഖുർആനിനെ സംരക്ഷിക്കൽ അനിവാര്യമായതുകൊണ്ടാണ് ക്രോഡീകരിക്കാൻ തീരുമാനിച്ചത്. വഖദ് ദക്കറൽ ഖുർആനു ലഫ്ളത്തൽ ജംഇ ബിമാനൽ ഹിഫ്ളി വൽ കിതാബ. അപ്പോൾ ഈ ജംഉൽ ഖുർആൻ എന്ന് പറയാൻ കാരണം, ആ ലഫ്ള് അവിടെ ഉപയോഗിക്കാൻ കാരണം, ഖുർആനിൽ ജംഅ് ചെയ്യുക എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ബിമാനൽ ഹിഫ്ളി വൽ കിതാബ, അതായത് സംരക്ഷിക്കുക അല്ലെങ്കിൽ അതിനെ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ള മാനക്കാണ് ഇവിടെ ജംഅ് എന്നുള്ള പദം ഉപയോഗിക്കപ്പെട്ടത്. കമാഫി കൗലി, അള്ളാഹു ഖുർആനിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇന്നാ ലൈനാ ജംഅഹു വ ഖുർആന, നിശ്ചയം നമ്മുടെ മേൽ ബാധ്യതയാണ് അതിനെ സംരക്ഷിക്കലും അതിൻ്റെ രേഖപ്പെടുത്തി വെക്കലും എല്ലാം, അതിനെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ് എന്ന് അള്ളാഹു തആല ഖുർആനിലൂടെ തന്നെ സൂചിപ്പിച്ചതായി കാണാം. ജംഉൽ ഖുർആനി വ തദ്വീനുഹു ബിസലാസി മറാഹിലിൻ റഈസിയ, അടിസ്ഥാനപരമായ 3 ഘട്ടങ്ങളിലൂടെയാണ് ഖുർആനിനെ ക്രോഡീകരിച്ചത്. ഒന്നാമത്തെ ഘട്ടം കിതാബത്തൻ, എഴുതിക്കൊണ്ട്, ജംഉൽ ഖുർആനി കിതാബത്തൻ ഖിലാല ഹയാത്തിൻ നബി, നബിയുടെ കാലഘട്ടത്തിൽ തന്നെ. കാനൽ ഖുർആനി ഓഫൽ ഷഫവിയൻ, ആ കാലഘട്ടത്തിൽ എല്ലാവരും ഖുർആനിനെ ഓറലായിക്കൊണ്ട് മനഃപ്പാടമാക്കി വെച്ചതായിരുന്നു. യുക്തബു അല ഐദി സഹാബത്തി മുഅയ്യിനിൻ, ചില പ്രത്യേക സഹാബാക്കൾ മാത്രം അതിനെ കയ്യെഴുത്തു പ്രതിയായിട്ട് എഴുതി വെക്കുകയും ചെയ്തിരുന്നു. റാമ വുജൂദി നുസ്ഖിൻ മക്തൂബ ഫിൻ ബൈത്തിൻ നബി, നബിയുടെ അടുക്കൽ അതിൻ്റെയൊക്കെ എഴുതപ്പെട്ട ഓരോ കോപ്പി നബിയുടെ അടുക്കൽ ഉണ്ടായിരിക്കെ തന്നെ. ഫഖദ് ലല്ലൽ ഖുർആൻ മഹ്ഫൂദൻ ഫി സുദൂരിൽ ഹഫള, അതിനെ മനഃപ്പാടമാക്കിയ കുറേ ഹാഫിലീങ്ങളുടെ ഹൃദയത്തിലും ഖുർആനെ സൂക്ഷിച്ചു കൊണ്ടേയിരുന്നു. വക്കാനത്ത് തദ്വീനു യുത്തിമ്മു ബി ഇഷ്റാഫിൻ നബിയിൽ ലിമാനി ദിക്കത്തിൻ നുസൂസി, അത് നബിയുടെ ഇഷ്റാഫ് മേൽനോട്ടത്തിലായിരുന്നു സൂക്ഷ്മതയ്ക്ക് വേണ്ടി അതിനെ ക്രോഡീകരിച്ചു കൊണ്ടിരുന്നത്. ആദ്യഘട്ടത്തിൽ അത് പല പേപ്പറുകളിലായി പലയിടങ്ങളിലായി രേഖപ്പെടുത്തി വെച്ചതാണെങ്കിൽ, രണ്ടാമത്തെ ഘട്ടം വരുമ്പോൾ ജംഉൽ ഖുർആനി ഫി മുസ്ഹഫിൻ വാഹിദ, ഒരൊറ്റ ഏടായിക്കൊണ്ട് ഖുർആനിനെ ക്രോഡീകരിക്കപ്പെട്ടു. ഏതുപോലെ എപ്പോഴാണ് സംഭവിച്ചത്? ബഅദ മഅറക്കത്തിൽ യമാമ യുദ്ധത്തിന് ശേഷം, അല്ലത്തി ഇസ്തശദ ഫീഹ അൽ അദീദു മിനൽ ഹഫ്ല, കുറേ ഹാഫിലീങ്ങൾ ആ യുദ്ധത്തിൽ ഷഹീദായി. അപ്പോൾ തലബ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജംഉൽ ഖുർആനി ഫി മുസ്ഹഫിൻ വാഹിദ, ഒരേ മുസ്ഹഫാക്കിക്കൊണ്ട് ക്രോഡീകരിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയും, കല്ലഫ അബൂബക്കർ സ്വഹാബിയ സെയ്ദ് ബിൻ സാബിത്ത് ബിഹാദിൽ മഹമ്മ, ആ ഉത്തരവാദിത്തം സെയ്ദ് ബിൻ സാബിത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഹൈസു ജമൽ ഖുർആനു മിന റുക്കായി വൽ ഇലാമി, എല്ലുകളിൽ നിന്നും, ആദ്യകാലത്ത് എഴുതപ്പെട്ട ആദ്യ കാറ്റഗറിയിൽ എഴുതപ്പെട്ടിരുന്ന എല്ലുകളിൽ നിന്നും പേപ്പറുകളിൽ നിന്നും, അതുപോലെ ഒമിൻ സുദൂരിൽ ഹഫ്ല, ആഫിലിങ്ങളായ ആളുകളിൽ നിന്നുമൊക്കെ അതിനെ ഒരൊറ്റ ഏടുകളിലേക്ക് ക്രോഡീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വസ്ബഹ അൽ മുസ്ഹഫു മഹ്ഫൂദൻ, അങ്ങനെ അത് ഒരൊറ്റ ഏടിലാക്കി അത് സൂക്ഷിച്ചു. ആദ്യ കാലഘട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കലായിരുന്നു ആ മുസ്ഹഫ് ഉണ്ടായിരുന്നത്. സുമ്മ ഇന്ദ ഉമർ, പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കലും, പിന്നീട് അത് സുമ്മ ഇന്ദ ഹഫ്സ ബിൻ ഉമർ, ഉമർ റളിയല്ലാഹുവിൻ്റെ മകളായ ഹഫ്സ ബിയുടെ അടുക്കലുമായിരുന്നു ആ മുസ്ഹഫ് സൂക്ഷിക്കപ്പെട്ടിരുന്നത്.
ഈ മൂന്നാമത്തെ ഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ജം അൽ മസായിഫിൻ മുതഅദ്ദിദ, കുറേ മുസഫുകൾ. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരൊറ്റ മുസഫാക്കി അതിനെ സൂക്ഷിച്ചതായിരുന്നു, ഒരാളുടെ കയ്യിൽ മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കോപ്പി. എന്നാൽ മൂന്നാമത്തെ ഘട്ടത്തിലെത്തിയപ്പോൾ അൽ മസായിഫിൻ മുതഅദ്ദിദ, എണ്ണമറ്റ മുസഫുകൾ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഫി അഹ്ദി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ത്വലബ ഹുസൈഫത്തുൽ ബിനുൽ യമാൻ തൗഹീദുൽ മുസ്ഹഫി ബിസബബി തബായുനിൽ ഖിറാഅത്തി ബൈനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ, പരസ്പരം എതിരാകുന്ന രീതിയിൽ ഖുർആനെ പാരായണം ചെയ്യാൻ തുടങ്ങി. കാരണം അതിൻ്റെ ഒരൊറ്റ കോപ്പി അവൈലബിൾ ആയിട്ടുള്ളൂ. അത് തന്നെ അബൂബക്കർ അള്ളാഹുവിൻ്റെയും ഉമർ അള്ളാഹുവിൻ്റെയും ശേഷം ഹഫ്സ ബിൻത് ഉമർ അള്ളാഹുവിൻ്റെയും കയ്യിൽ സൂക്ഷിക്കപ്പെട്ടതാണ്. അപ്പോൾ അതിന് ശേഷം ഇവർ മുസ്ലിമീങ്ങളെല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ ഖുർആനെ പാരായണം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ അതിനെ പല ഏടുകളായിട്ട് പ്രിന്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അമ്ര ഉസ്മാൻ ബിൻ മുസഫി മുഹിദ്ദീൻ മിനസ്സാഫി ഇന്ദ ഹഫ്സ ബീവിയുടെ അടുക്കലുണ്ടായിരുന്ന ആ മുസഫിൻ്റെ കോപ്പികളായി എടുക്കാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൽപ്പിക്കുകയും വകല്ലഫ സെയ്ദ് ബിൻ സാബിത്ത് വസഹാബത്തിൻ ഹരീന ബിനു സൈവ തൗസീഹി. അപ്പോൾ ആ ഉത്തരവാദിത്വം സെയ്ദ് ബിനു സാബിത്തിനെയും റളിയല്ലാഹുവിനെയും മറ്റു ചില സഹാബാക്കളെയും ഏൽപ്പിക്കുകയും അതിനെ കോപ്പിയെടുത്ത് അതിനെ വിതരണം ചെയ്യാൻ വേണ്ടി, എല്ലാവരിലേക്കും ആ ഏടുകൾ എത്തിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. സുമ്മ അഹ്റകൻ നുസല്ലഹ് ഉഖ്റ ലിലമാനി തൗഹീദിൻ നസി ബഅദ തശാവുരി മാ സഹാബ. സഹാബാക്കളോട് കൂടി ആലോചിച്ചതിന് ശേഷം മറ്റുള്ള നുസ്ഖകളെല്ലാം, കോപ്പികളെല്ലാം കരിച്ചു കളയാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത് ആ കാലഘട്ടത്തിൽ. അങ്ങനെയാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് കാണുന്ന എല്ലാവരിലേക്കും ഒരേ മുസ്ഹഫുകൾ എത്താൻ കാരണം, ഒരേ കോപ്പി എത്താൻ കാരണം. ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ളവർക്ക് സംശയങ്ങളൊക്കെ മെസ്സേജുകളിലൂടെയും മറ്റും ചോദിക്കാം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.